ബാഹുബലിയിലെ ഒരാളെ കാണാം. നോക്ക്, അടുത്തോട്ട് ചെല്ലാൻ പാടാ കേട്ടോ, നമുക്കൊക്കെ ചെന്നാൻ പാടാ. ദേ ഈ പശുക്കളെ കണ്ടു കഴിഞ്ഞാൽ വിചാരിക്കുന്ന എന്തുവാ, എല്ലാം കൊച്ചു പശുക്കളാന്നുള്ളതാ. എന്റെ അരയിലും താഴത്താട്ടോ, ഹൈറ്റ് നോക്കിയേ. പ്രസവം കഴിയുമ്പോൾ ഇതേപോലെ ഓരോ വള അറിയാൻ പറ്റും. നമ്മുടെ ഇവിടെ കുറച്ച് സുന്ദര കുട്ടപ്പന്മാരുണ്ട്. ഇതാണ് അല്ലേ, അത്രയൊക്കെ മുഖത്ത് വരുന്ന സന്തോഷം ഉണ്ടല്ലോ, ഇതിനെല്ലാം വളർത്തുന്നതിന്റെ ഒരു എനർജിയാ. നമസ്കാരം. നമസ്കാരം. നമ്മളിപ്പോ പ്രജിന്റെ നാട്ടിലാണ്. വൈക്കത്ത് ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലമുണ്ട് വെച്ചൂർ എന്ന് പറയുന്നത്. വെച്ചൂർ പശു എന്ന് പറഞ്ഞാൽ അറിയാലോ, ലോകത്തുള്ള എല്ലാവർക്കും അറിയാവുന്ന പശുവാണ് വെച്ചൂർ പശു. ഇപ്പൊ നമ്മുടെ കയ്യിരിക്കുന്ന ലോകത്തിലെ ഏറ്റവും ചെറിയ ആടാണ്. അതിന്റെ വിശേഷങ്ങൾ അറിയാം. പൂങ്കാനൂരിനെ വരെ കാണാം. എല്ലാ പശു ഉണ്ട്, അതിന്റെ കാര്യങ്ങളെല്ലാം അറിയാം. ബാഹുബലിയിലെ ഒരാളെ കാണാം. നോക്ക്, അടുത്തോട്ട് ചെല്ലാൻ പാടാ കേട്ടോ, നമുക്കൊക്കെ ചെന്നാൻ പാടാണ്. ആൾ ഒച്ച വെച്ചോണ്ടിരിക്കുവാണ്. അത് മാത്രമല്ല, ഒരു പുള്ളിയുടെ മാറ്റമേ ചീറ്റിക്കൊണ്ടൊക്കെ വരുന്നത്. നോക്കി അതിന്റെ കൊമ്പിന്റെ കളറൊക്കെ നോക്കി, എന്ത് സ്റ്റൈലാ നോക്കി. ഇതിന്റെ എത്ര വർഷമായി ഇപ്പൊ ഇത്? ഇപ്പൊ 3.5 വർഷം പ്രായമുണ്ട്. ഇതിന്റെ കൃത്യമുള്ള പേര് കാങ്കരാജ് എന്ന് പറഞ്ഞ ബ്രീഡാണ്. നമ്മുടെ രാജസ്ഥാൻ, ഗുജറാത്തിലൊക്കെ കണ്ടുവരുന്ന ഒരു ബ്രീഡാണ്. ചൂട് സ്ഥലത്താണ് ഇത്. അതെ, മരുഭൂമി ഏരിയയിലാണ് ഏറ്റവും കൂടുതലായിട്ട് കണ്ടത്. നമ്മുടെ കാലാവസ്ഥയായിട്ട് കുഴപ്പമില്ല, ഒരു പ്രശ്നമില്ല. ഇവനിപ്പോ ഒരു 5 മാസമുള്ളപ്പോൾ നമ്മുടെ വീട്ടിൽ കൊണ്ടുവന്നതാണ്. നമുക്കൊരു ഗിഫ്റ്റ് ആയിട്ട് കിട്ടിയതാണ് കേട്ടോ. ഇപ്പൊ 3.5 വർഷമായി. 3.5 വർഷത്തിന് മേലെയായി നമ്മൾ ഇവിടെ വളർത്തും വന്നിട്ട്. അതെ. ഇയാളെ തീറ്റിക്കല്ലോ പ്രത്യേകത വല്ല ഉണ്ടോ? ഇല്ലില്ല, നമ്മുടെ സാധാ പശുവിനെ വളർത്തുന്ന പോലെ തന്നെ. ഇത് നമ്മുടെ നാടൻ ബ്രീഡാണ്, ഇന്ത്യൻ ബ്രീഡ് കാറ്റിലാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ജേഴ്സി, HF പശുക്കളെ പോലെ അങ്ങനെ യാതൊരു അസുഖങ്ങളോ കാര്യങ്ങളോ ഒന്നും വരത്തില്ല. ഏറ്റവും കൂടുതൽ പ്രതിരോധ ശക്തി അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഉള്ള ഒരു ബ്രീഡ് തന്നെയാണ് നമ്മുടെ കാങ്കരാജ് എന്ന് പറഞ്ഞാൽ. ഇന്ത്യൻ ബ്രീഡുകളിലെ ഏറ്റവും ശക്തനായ ബ്രീഡ് എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റുന്നത്. അതാണ് നമ്മുടെ ആ ഒരു ബാഹുബലി സിനിമയിലൊക്കെ വളരെ ശക്തമായ തീകളോട് പശുവില്ലേ, അത് തന്നെയാണ്. നമ്മുടെ ഇവിടെ കുറച്ച് സുന്ദര കുട്ടപ്പന്മാരുണ്ട്. ഇതാണ് അല്ലേ, നമ്മുടെ ഏതിനത്തിൽപ്പെട്ട ആടാ? ഇത് നമ്മുടെ കനേഡിയൻ പിഗ്മി എന്ന് പറഞ്ഞ ലോകത്തിലെ ഏറ്റവും കുഞ്ഞൻ ആടിനത്തിൽപ്പെടുന്ന ഒരു ബ്രീഡ് തന്നെയാണ്. ഇപ്പൊ ഇവരുടെ ബ്രീഡിനാണ് നമ്മുടെ ഗിന്നസ് റെക്കോർഡും കിട്ടിയത് കേട്ടോ. ഏറ്റവും ചെറിയ പാലോ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. നമുക്ക് ഫാൻസി ആയിട്ട് നമുക്ക് കുട്ടികൾക്കൊക്കെ ഒരു ഗിഫ്റ്റ് ആയിട്ടോ അങ്ങനെയൊക്കെ കൊടുക്കാൻ പറ്റുന്ന ഒരു ബ്രീഡാണ്. ഇതിന്റെ കുഞ്ഞുങ്ങളാ ഇതല്ലേ? അതെ. പിന്നെ അതിന് കുഞ്ഞായിട്ടുണ്ട്. അവിടെ ഒരു ബ്ലാക്ക് കുട്ടിയുണ്ട്. ഇനിയിപ്പോ ഒരെണ്ണം ഇന്നോ നാളെ അടുത്ത് നിൽക്കുകയാണ്. നമുക്ക് കുറച്ച് പാരന്റ് ബ്രീഡുകളുണ്ട്. അതിനുശേഷം ഉണ്ടാകുമ്പോൾ ഇതുപോലെ നമ്മൾ കുട്ടികളെയൊക്കെ നല്ല ആൾക്കാർക്ക് കൊടുക്കാറുണ്ട്. അപ്പൊ ഇതിന്റെ കുഞ്ഞുങ്ങളൊക്കെ വേണമെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. അല്ലേ? പിന്നെ നമ്മുടെ ഒരു യൂട്യൂബ് ചാനൽ കൂടിയുണ്ട്. ചാനലിന്റെ പേരെന്താ? വെച്ചൂർ ഫാം എന്നാണ് നമ്മുടെ യൂട്യൂബ് ചാനൽ. ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പശുവിനെയും ആടിനെയൊക്കെ ഇഷ്ടമുള്ളവർക്ക് കാണാനും പറ്റും. നമ്മൾ ഈ പറഞ്ഞ വലിയ യൂട്യൂബർ ഒന്നും അല്ല, ചെറിയ രീതിക്ക് വീഡിയോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഇതിന് ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേര്. അതെ. എത്ര നാളൊക്കെ ആകുമ്പോ ബ്രീഡ് ആവും? ശരിക്കും നമ്മുടെ മലബാറി അല്ലെങ്കിൽ മറ്റുള്ള ആടുകളെ പോലെ തന്നെയാണ്. പൂർണ്ണ വളർച്ച എത്തി കഴിഞ്ഞാൽ നമുക്കിപ്പോ 5 മാസം, 1 വർഷത്തിൽ 2 തവണ കുട്ടികളെ കിട്ടും. 7-8 മാസമൊക്കെ ആകുമ്പോൾ പൂർണ്ണ വളർച്ചയാകുമ്പോൾ തന്നെ നമ്മൾ ബ്രീഡ് ചെയ്യാൻ സാധിക്കും. അതിനുശേഷം 1 വർഷത്തിൽ 2 തവണ കുട്ടികളെ കിട്ടാം. കാണാൻ നല്ല രസമുണ്ട് കേട്ടോ, ഇവരെ നല്ല ഭംഗിയാ. നോക്കി, തീരെ ഷോർട്ടായ സാധനം. ഈ നിൽക്കുന്നത് ഫുള്ള് വെച്ചൂർ പശുവാണ്. എത്ര വർഷമായി? ഞാൻ ശരിക്കും +2 കഴിഞ്ഞപ്പോൾ തുടങ്ങിയതാണ്. എണ്ണം കൂട്ടിയത് ഒരു 10 കൊല്ലം അടുത്താവുന്നു. അതൊക്കെ മുമ്പ് നമുക്ക് 1-2 പശുക്കളെ ഉണ്ടായിരുന്നുള്ളൂ. നമ്മുടെ ഏറ്റവും പ്രായം കൂടിയ പശു ഇവിടെ ഉണ്ട്. അതെ. അപ്പൊ ഈ പ്രായം കൂടിയ പശുക്കൾ എന്ന് പറയുമ്പോൾ എത്ര വർഷമായതാ? അതിപ്പോ ഒരു 16 വയസ്സെങ്കിലും മേലെ പ്രായമുള്ള പശുവാണ്. അത് ഏകദേശം എങ്ങനെ പെട്ടെന്ന് അറിയാൻ പറ്റും? നമുക്ക് പശുക്കളുടെ പല്ല് അല്ലെങ്കിൽ കൊമ്പിലെ വളയം നോക്കിയിട്ട് എത്ര പ്രസവമായി കാര്യങ്ങളൊക്കെ നമുക്ക് കറക്റ്റ് അറിയാം. നമുക്കൊന്ന് കണ്ടാലോ? പിന്നെ അന്നോട്ടെ, ഇത് നമ്മുടെ ഏറ്റവും പ്രായം കൂടിയ പശുവാണ്. കണ്ടില്ലേ, ഇവളുടെ കൊമ്പ് കഴിഞ്ഞ ദിവസം ഊരിപ്പോവുകയുണ്ടായി. അതെ. പ്രായം കൂടിയ പശുക്കളുടെ കൊമ്പ് തനിയെ ചില സമയം ഊരിപ്പോവാറുണ്ട്. അപ്പൊ ഈ കൊമ്പിൽ കണ്ടില്ലേ ഓരോ വളയം ഉണ്ടാകും. പ്രസവം കഴിയുമ്പോൾ ഇതേപോലെ ഓരോ വളയം അറിയാൻ പറ്റും. ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് എത്ര പ്രാവശ്യം അറിയാൻ പറ്റും. ഒരു പശു പൂർണ്ണ വളർച്ച എത്തി പ്രസവിക്കണമെങ്കിൽ തന്നെ 2.5-3 വയസ്സാവും. ആ 2.5 വയസ്സാകുമ്പോഴാണ് നമുക്ക് ഈ വെച്ചൂർ അല്ലെങ്കിൽ കാസർഗോഡ് നമ്മുടെ നാടൻ ബ്രീഡുകളുടെ ബ്രീഡിങ് കാര്യങ്ങൾ സാധ്യമാവുക. അപ്പൊ തന്നെ നമുക്ക് 2.5 വയസ്സ്, 3-ാമത്തെ വയസ്സല്ലേ 3.5 വയസ്സിൽ ഫസ്റ്റ് കുട്ടി കിട്ടും. ഇത് 16 വയസ്സായി കഴിഞ്ഞപ്പോഴാണ് ഇത് പോയത്. അതെ. വീണ്ടും കിളിച്ചു വരുന്നുണ്ട്. ചെറുതായിട്ട് അതിനുള്ളിൽ മജ്ജയുണ്ട്. നമ്മുടെ നഖത്തിനുള്ളിൽ ഹാർഡായ ഒരു പോർഷനില്ലേ, അതേപോലെ തന്നെ അതിന്റെ ഉള്ളിലും മജ്ജയായിട്ടുണ്ട് കേട്ടോ. ശരിക്കും +2 കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരുന്നതെന്ന് പറഞ്ഞാൽ ഇതിനെ കുറിച്ച് കൃത്യമായിട്ട് അരച്ച് കലക്കി. നമ്മുടെ അച്ഛൻ പണ്ട് മുതലൊക്കെ കർഷകനായിരുന്നു, പശു വളർത്തിയിട്ടിരുന്ന ആളാണ്. നമ്മൾ ബാല്യത്തിൽ തന്നെ ഇതെല്ലാം കണ്ടു കേട്ട് വളർന്ന ആളാണ്. പശു മാത്രമല്ല, പശു, താറാവ്, കോഴി, ആട്, നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ സംഭവം, നാടൻ വെറൈറ്റി എല്ലാം ഉണ്ട്. അതെ. ഈ പശുക്കളെ കണ്ടു കഴിഞ്ഞാൽ വിചാരിക്കുന്ന എന്തുവാ, എല്ലാം കൊച്ചു പശുക്കളാന്നുള്ളതാ. യഥാർത്ഥത്തിൽ ഇതെല്ലാം ഇപ്പൊ ഭൂരിഭാഗം ആൾക്കാരും പ്രഗ്നന്റ് ആയവരാണ്, യങ് ആയ പശുക്കളാണ്. നമ്മുടെ ഏറ്റവും നല്ല ശക്തമായ ഒരു പാരന്റ് ബ്രീഡ് എന്ന് തന്നെ നമുക്ക് പറയാം. നമുക്ക് നന്നായിട്ട് ഇണങ്ങുകയും ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മുടെ വീട്ടിൽ ഇപ്പൊ കുട്ടികൾ, ഇപ്പൊ എന്റെ കൊച്ചിപ്പം 1-ാം ക്ലാസ്സിലാവുന്നുള്ളൂ, അവന് വരെ കറക്കാൻ പറ്റും. നാടൻ പശുക്കൾ ചിലവർ പറയും ഭയങ്കര തൊഴി അലമ്പത്തും. നമ്മൾ അതിനോട് എങ്ങനെ ഇണക്കി വളർത്തുന്നു എന്നതാണ്. ഇപ്പൊ ഏറ്റവും വലിയ ഭാഗ്യം എന്താണെന്ന് വെച്ചാൽ ഇദ്ദേഹത്തിന്റെ മകനൊക്കെ എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് ഇവരെയൊക്കെ ഒന്ന് കണ്ടു വളർന്ന് എല്ലാം ചെയ്യാൻ പറ്റും. നമ്മുടെ പുതുതലമുറ ആരും തന്നെ ഇപ്പൊ ഇതിലേക്ക് വരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായ. ഇനിയിപ്പോ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പശുവിനെ കാണാൻ ഏറ്റവും ചെറിയ പശു എന്നറിയപ്പെടുന്ന പൂങ്കാനൂർ എന്ന് പറഞ്ഞ പശുവാണ്.
പുങ്കന്നൂരിനെ ഇതെങ്ങനെയാണ് ഇവിടെ ചേട്ടാ ഇതിപ്പോ 100% പ്യൂർ പൂങ്കന്നൂർ എന്ന് പറയാൻ പറ്റൂല. പൂങ്കന്നൂരിന് ഭയങ്കര അതായത് 1.5-2 ലക്ഷം രൂപ വരെ വിലയുണ്ട്. അപ്പൊ നമ്മളെ കൊണ്ട് പറ്റാത്ത കൊണ്ട് നമ്മൾ ഓൾറെഡി ഒരു വെച്ചൂർ പശുവിൽ NDDBയുടെ പൂങ്കന്നൂരിന്റെ സെമൻ കുത്തിവെച്ചതാണ്. അപ്പൊ അങ്ങനെ ഇറങ്ങിയ കുട്ടിയാണ്. ഇതിപ്പോ ഒരു 100% പ്യൂരിറ്റി നമുക്ക് പറയുന്നില്ല, എന്നാലും ഒരു 50% മേലെ പ്യൂരിറ്റി ഇപ്പൊ ഈ കുട്ടിക്കുണ്ട്. അടുത്തൊരു 3-4 തലമുറ അത് കഴിയുമ്പോൾ നമുക്ക് പോയി പറഞ്ഞ മാതിരി ഒരു 90% ഉറപ്പായിട്ട് നമുക്ക് ആ ഒരു ലെവലിലേക്ക് എത്തിക്കാൻ സാധിക്കും. പക്ഷെ നല്ലതായിട്ട് ഇണങ്ങുന്ന ഒരു പശു. നമ്മൾ ശരിക്കും പശു ബ്രീഡിൽ തന്നെ മനുഷ്യനുമായിട്ട് ഏറ്റവും കൂടുതൽ ഇണങ്ങുന്ന ഒരു ബ്രീഡ് തന്നെയാണ് പൂങ്കന്നൂർ. ഇപ്പൊ നിങ്ങളുടെ ഡ്രസ് കോഡ് ഒരു ഘടകമാണ്. കാര്യം നമ്മൾ ഫ്രഷ് ആയിട്ട് വരുമ്പോൾ നമ്മുടെ ശരീരത്തിന്റെ സ്മെല്ല് കാര്യങ്ങളൊക്കെ ഓരോ പശുക്കളെയും പെട്ടെന്ന് ഇതാക്കാൻ ബാധിക്കുന്നു. ശരിക്കും നല്ലതായിട്ട് ഇതുപോലെ ഇണങ്ങുകയും ചെയ്യല്ലേ? ഓ പിന്നെ ശരിക്കും ഈ ഒരു ചെറിയ ബ്രീഡ് ആണെങ്കിൽ പോലും ഒരു വീട്ടിലേക്ക് ആവശ്യമായ പാല് കാര്യങ്ങളൊക്കെ ഇവരിൽ നിന്നും കിട്ടും. നല്ല പാല്. അതെ A2 മിൽക്കാണ് നമ്മുടെ ഈ ഇന്ത്യൻ ബ്രീഡിന്റെ പശുക്കളുടെ പ്രത്യേകത എന്ന് വെച്ചാൽ A2 മിൽക്കാണ്. അമ്മയുടെ ഒക്കെ നല്ല തുല്യമായ മിൽക്കാണ്. പിന്നെ ഇദ്ദേഹത്തിന്റെ ഒരു വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നാടൻ തീറ്റയാണ് കൊടുക്കുന്നത്. എന്ന് പറഞ്ഞാൽ കൃത്രിമമായിട്ട് ഒന്നും അല്ലാതെ ഒന്നും കൊടുക്കാതെ തവിട് പിണ്ണാക്ക് അങ്ങനെയുള്ള ഫീഡുകൾ തന്നെയാണ് നമ്മൾ കൊടുത്തോണ്ടിരിക്കുന്നത്. അതെ അതെ. ഇനി നമ്മൾ കാണാൻ പോകുന്നത് വളരെ വ്യത്യസ്തമായിട്ടൊരു ആളെയാണ്. ഇത് കണ്ടാൽ പേടിക്കൊന്നും വേണ്ടതേ, വന്ന് പിടിക്കാൻ ഒരു കുഴപ്പമില്ല അല്ലെ? അതെ അതെ. ഏറ്റവും കുഞ്ഞൻ എരുമയാണ്. ഒരുപാട് ആൾക്കാർ കേരളത്തിൽ ഭയങ്കര ഹൈറ്റ് കൂടിയത് അല്ലെങ്കിൽ വലിയ സൈസ് എരുമകളെയൊക്കെ വളർത്തുന്നുണ്ട്. പക്ഷെ ഇത്രയും കുഞ്ഞൻ എരുമ ഞാൻ ഇതുവരെ ഒരു വിഷ്വലോ വീഡിയോയിലോ ഒന്നും തന്നെ കണ്ടിട്ടില്ല. നോക്കിയേ, എന്റെ അരയിലും താഴത്താട്ടത് ഹൈറ്റ് നോക്കിയേ, ഇത്ര ഉള്ളല്ലേ? അതെ അതെ അതെ. തീരപ്പൊടിയാണ്. പണ്ട് നമ്മുടെ നാട്ടിൽ കുട്ടനാടൻ എരുമ എന്ന് പറഞ്ഞൊരു വെറൈറ്റി ഉണ്ടായിരുന്നു. അതിനേക്കാളും ഒരു ചെറിയ ടൈപ്പാണ് ഈ ഒരു ബ്രീഡ്. ഇവരൊക്കെ എന്തോരോ ഹൈ സൈസ്. ഇനിയിപ്പോ ഇത് വലിയതായിട്ട് സൈസ് വെക്കില്ല എന്നാണ് നമ്മൾ ഇവിടുത്തെ ഡോക്ടറോടും കാര്യങ്ങളും അന്വേഷിച്ചിരുന്നു. വേറെ എവിടെയെങ്കിലും ഇത് കണ്ടിട്ടുണ്ടോ? ഇല്ലില്ല. ഇതിപ്പോ കഴിഞ്ഞ ദിവസം നമ്മൾ ഈ പറഞ്ഞ മാതിരി ഇൻസ്റ്റയിൽ തപ്പിയപ്പോ മഹാരാഷ്ട്രയിൽ ഒരു റീൽ അവരൊരു പ്രദർശനത്തിന് ഇതേമാതിരി ഒന്നിനെ റീലിൽ കണ്ടിരുന്നു. പക്ഷെ ഇതിന്റെ ഉത്ഭവം കാര്യങ്ങൾ ഏത് ബ്രീഡ് എവിടത്തെയാണെന്ന് നമുക്ക് അറിയില്ല. അപ്പൊ ഇങ്ങനെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ വെറുതെ കമന്റ് ഇട്ടാ ഫോട്ടോസ് പിന്നെ ഇല്ലേ, ഇതിപ്പോ എത്ര നാളായി ഇവനിപ്പോ എന്റെ കയ്യിൽ വന്നിട്ട് കുറച്ച് ഒരു 3-4 മാസമായിട്ടുള്ളൂ. നമ്മുടെ ഒരു ഫ്രണ്ട് വളർത്തിയിട്ടിരുന്നതാണ്. അപ്പൊ നമ്മുടെ കയ്യിൽ ഈ വെറൈറ്റി കളക്ഷൻസ് ഉള്ളതുകൊണ്ട് നമ്മൾ ഒരു മോഹ വില കൊടുത്ത് തന്നെ ഇതിനെ മേടിച്ചതാണ്. അടിപൊളിയാട്ടോ, ഇവന് ഇവിടുത്തെ ഒരു അസറ്റ് തന്നെയാണ്. അതെ അതെ. നമ്മുടെ കേരളത്തിൽ തന്നെ എന്റെ അറിവിൽ ആരുടെയും കയ്യിലില്ല കേട്ടോ. ഭയങ്കര സ്നേഹമായിട്ടോ. ഓ അതെ അതെ. നമ്മുടെ പശുക്കളെക്കാളും സ്നേഹമാണ് എരുമയ്ക്ക്. കണ്ടില്ലേ, അത്രയ്ക്കും ചേർന്ന് നിന്നോളും നമ്മളോട്. ഇവർക്ക് വെള്ളത്തിന്റെ ആവശ്യമുണ്ട്. നമ്മളിപ്പോ ഇന്നിപ്പോ നിങ്ങൾ വീഡിയോ എടുക്കാൻ വന്നതുകൊണ്ട് മാത്രം നമ്മൾ വെള്ളത്തിൽ ഇറക്കാതെ കുളമുണ്ട് അതിൽ ഇറക്കി ഇടാറുണ്ട്. അടിപൊളി അടിപൊളി. നമുക്ക് ഈ ബ്രീഡിംഗ് ഒക്കെ എങ്ങനെയാ ചേട്ടാ? നമ്മൾ ശരിക്ക് നമ്മുടെ കാളയെ കൊണ്ട് തന്നെയാണ് നമ്മൾ ബ്രീഡ് ചെയ്യുന്നത്. ഇവിടെ തന്നെ ഉണ്ട്. അതെ അതെ. വെച്ചൂരിന്റെ കാളയുണ്ട്. നമുക്ക് 2 കാളകൾ ഉണ്ടായിരുന്നു. കാര്യം നമുക്ക് ഇത്രയും പശുക്കൾ ഉള്ളപ്പോൾ വ്യത്യസ്ത ലൈനേജിലുള്ള കുട്ടികളെ ആക്കിയിട്ടണമല്ലോ. അതുകൊണ്ട് നമ്മൾ കാളയെ വളർത്തുന്നുണ്ട്. അപ്പൊ ഇവിടെ തന്നെ എല്ലാ കാര്യങ്ങളും കറക്റ്റ്. അതെ അതെ. നമുക്കിപ്പോ ഇത്ര പശുക്കൾ ഉള്ളപ്പോൾ പശുക്കളുടെ ഹീറ്റ് കാര്യങ്ങൾ പെട്ടെന്ന് മനസ്സിലാക്കാനും അതേപോലെ ബ്രീഡിങ്ങിനും ഏറ്റവും നല്ലൊരു ഓപ്ഷൻ തന്നെയാണ് ബുള്ളുള്ളത്. മെയിൻ ആയിട്ട് വീടിന് ചുറ്റും ഇങ്ങനെ ഇവർ ഓരോരുത്തരുണ്ട്. അതെ 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 അതെ. ഇവിടുത്തെ ഒരു വലിയ പ്രത്യേകതയാണ് കോഴിയുണ്ട്, താറാവുണ്ട്, അതും ഫാൻസി കോഴികളൊക്കെ ഉണ്ട്. ഫാൻസി കോഴി ഉണ്ട്. നമ്മുടെ പൊരുന്ന ടൈപ്പ് നമ്മുടെ പഴയ നാടൻ കോഴി ഉണ്ടല്ലോ സന്തോഷേട്ടാ. ഇവിടെ നിൽക്കുന്ന വാഴ പോലും തോന്നി പഴയ ടൈപ്പ് നമ്മുടെ സുന്ദരിപ്പൂ എന്ന് പറയുന്ന സാധനമാണ്. ഇങ്ങനെയുള്ള ഒരു കാര്യമൊക്കെ ചെയ്യണമെങ്കിൽ ഇവരുടെ പുറകിൽ എന്തുണ്ടാവണം? തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു വലിയ സപ്പോർട്ട് ഉണ്ടാവണം. ഒരു കുടുംബം ഉണ്ടാവണം. ഈ സന്തോഷം, ഇവരുടെയൊക്കെ മുഖത്ത് വരുന്ന സന്തോഷം ഉണ്ടല്ലോ, ഇതിനെല്ലാം വളർത്തുന്നതിന്റെ ഒരു എനർജിയാ. നമ്മളിവിടെ വന്നപ്പോ തന്നെ മൊത്തത്തിൽ ഒരു പോസിറ്റീവ് ആണ്. ഈ വീട്ടിലോട്ട് വന്നാൽ തന്നെ അറിയാൻ പറ്റും ചുറ്റുമുള്ള എന്താന്നുള്ളത്. ആ ഒരു എനർജി നിൽക്കുന്ന എന്താന്ന് ചോദിച്ചാൽ മക്കളൊക്കെ ഹാപ്പിയാണ്. ഇയാള് തന്നെ, ഈ ചെറിയ ആള് തന്നെ എല്ലാത്തിനെയും കറക്റ്റ് ആയിട്ട് എന്ന് പറഞ്ഞാൽ ഓരോന്നിനെയും കൃത്യമായിട്ട് നോക്കൂല്ലേ. ഇപ്പൊ തന്നെ എല്ലാ കാര്യങ്ങളും അറിയാം. പശുവിന്റെ കറവയ്ക്കാണെങ്കിലും പുള്ളിക്ക് വേണമെങ്കിൽ പറഞ്ഞാൽ പുള്ളിക്ക് പേടി ഒന്നുമില്ല. പിന്നെ ആടിനെയൊക്കെ ആണെങ്കിലും ഞാനിപ്പോ സ്കൂളിൽ സ്കൂളിൽ വന്നാലും ഞാൻ വണ്ടിയിൽ പോകുന്നതാണ്. ഓട്ടോയുണ്ട്. അതുപോലെ ഞാൻ വേറൊരു ആളുടെ കീഴിൽ വണ്ടിയിൽ പോകുന്നു. ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയിലും വണ്ടിയിൽ പോകാറുണ്ട്. അപ്പോൾ ഗ്യാപ്പിനൊക്കെ നമ്മൾ പോകാറുള്ളപ്പോഴേക്കാണല്ലോ ഞാൻ ഇല്ലെങ്കിലും ആടുകളെയൊക്കെ അപ്പൊ നമ്മൾ കുഞ്ഞുങ്ങളെ കൊടുക്കാറുണ്ടോ? ഉണ്ട് കേട്ടോ. നമുക്ക് ഇവിടുന്ന് കുഞ്ഞുങ്ങളെ കൊടുക്കാറുണ്ട്. അത് നമ്മുടെ യൂട്യൂബ് ചാനലിൽ തന്നെ ഇട്ടിട്ട് അല്ലെങ്കിൽ അങ്ങനെയൊക്കെ. ആദ്യം നമുക്ക് ഇവിടുന്ന് കുട്ടികളൊക്കെ പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ നമ്മൾ ഒരു ചെറിയ ചാനൽ ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മുടെ തന്നെ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ പശുക്കളാണെങ്കിലും നെയ്യാണെങ്കിലും ഗോമൂത്രം അല്ലെങ്കിൽ ചാണകപ്പൊടിയൊക്കെ അതിലൂടെ സെയിലാക്കാറുണ്ട്. അതുകൊണ്ട് എനിക്ക് വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാണ്ട് ഇപ്പോ നല്ല കൈകളിലേക്ക് എത്തിക്കാൻ സാധിക്കും. നമുക്ക് അച്ഛനെയും അമ്മയും മക്കളെ എല്ലാം കണ്ട് അടിച്ചു പൊളിച്ച് മുന്നോട്ട് പോകാൻ പറ്റും. അതെ അതെ അതെ. ഇപ്പൊ ഏതെങ്കിലും നാട്ടിൽ നിന്നാലും നമുക്ക് ഹാപ്പി ആയിട്ട് പോകാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ ഇതുപോലത്തെ നല്ല ഒറിജിനൽ ബ്രീഡ് വെച്ചൂർ പശുക്കളുടെ കുഞ്ഞുങ്ങളും ഈ കനേഡിയൻ പിഗ്മിയുടെ ആടിന്റെ കുഞ്ഞുങ്ങളൊക്കെ വേണ്ടവര് വിഷ്ണുവിനെ കോൺടാക്ട് ചെയ്താൽ മതി അല്ലെ? ഈ വീഡിയോക്ക് നമുക്ക് നമ്പർ കൊടുക്കാം. ഉണ്ടാവും, വിളിച്ചാൽ മതി.